എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമുക്ക് ഈ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് തേങ്ങ, ഒരു 2-3 പിടി തേങ്ങയുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങ. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് വേണം. തൈരെന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പ് തൈര്. അതുപോലെ തന്നെ ഉപ്പ് വേണം. പിന്നെ പഞ്ചസാര വേണം, അത് ഞാൻ അന്നേരം ഇടുമ്പം പറയാം. പിന്നെ വൈറ്റ് സീഡ്സ് ആണിത്. ഇത് ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി എടുത്തതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ തേങ്ങയും ക്യാരറ്റും എല്ലാം പൊടികളും എല്ലാം ചേർക്കുമ്പോൾ തന്നെ ബീട്രൂട്ടിൻ്റെ കളറാകും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ബീട്രൂട്ട് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ചെറുതായിട്ട് വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇത് ബീട്രൂട്ട് കുട്ടി ചപ്പാത്തി എന്ന് പറയും. അതായത് നമ്മൾ വലിപ്പത്തിലല്ല ഉണ്ടാക്കുന്നത്, ചെറിയ കുട്ടി ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഗോതമ്പ് മാവ് ഈ ഒരു കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കും, കാരണം ഇതെല്ലാം കൂടെ ഒരു കളറായും. അതുകൊണ്ട് ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. അതിനുശേഷം ചൂടായി വരുന്നു കഴിഞ്ഞിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മതി, അതിൽ കൂടുതലൊന്നും വഴറ്റണ്ട. അപ്പം ബീട്രൂട്ടിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. ഒത്തിരി തണുക്കണ്ട, ചൂടൊന്ന് മാറിക്കോട്ടെ. അപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കൂട്ട്. നമുക്ക് ഈ മിക്സിക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം, പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീട്രൂട്ടും തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടെയുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. റെഡെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ നല്ലൊരു റെഡ് കളർ. അപ്പോൾ ചോര കളർ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം നമുക്ക് മാവ് കുഴയ്ക്കാം. അപ്പം നമ്മൾ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഏത് ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പിടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കൂട്ട കുറച്ച് ഇതിനകത്തിട്ടിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഇപ്പോൾ ഒഴിക്കരുത്. നമ്മളിത് കുഴച്ചിട്ട് ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഗ്രേവി എങ്ങനെയാണ് തിക്കാവുന്നു നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ തൂത്ത് കൊടുക്കാം. അതുപോലെ
അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശത്ത് തൂത്ത് കൊടുക്കാം. ഇതുപോലെ 2 വശത്തും തൂത്ത് കൊടുക്കുക. മാവ് ഒന്ന് ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ ഈ മാവ് വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ നേരത്തിന് നമുക്ക് ഈ മാവൊന്ന് റെഡിയാക്കി വെക്കാം. പ്ലാസ്റ്റിക് ഷീറ്റാണ്, അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. അപ്പം മാവ് ഡ്രൈ ആവത്തില്ല. നമുക്ക് 1 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പം നമ്മുടെ മാവ് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഉണ്ട്, ഇങ്ങനെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഉരുളയാക്കാം. കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഞാനിത് മൈദാപ്പൊടി എടുത്തേക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ഇതുണ്ടാക്കുമ്പോൾ മൈദാപ്പൊടി എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് പരത്താം. നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ ഒരു കുട്ടി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കാം. ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ സീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോരോന്ന് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. അപ്പം നമ്മുടെ ബീട്രൂട്ട് കുട്ടിച്ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അതിൻ്റെ കൂടെ ഞാനൊരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്.
മല്ലിയിലയും പൊട്ടറ്റോയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് വൈകിട്ട് ഇതാണ് കഴിക്കുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണിത്. ബീറ്റ്റൂട്ട് ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് ആരും ഇത് കാണാതിരിക്കരുത്. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.